നമസ്കാരം. റാഫ്റ്റ് ടോക്ക് ഫുട്ബോളിലേക്ക് ഏവർക്കും സ്വാഗതം. FA കപ്പിൻ്റെ ക്വാർട്ടറിൽ കിടിലൻ പോരാട്ടങ്ങൾക്കാണ് വഴിയൊരുങ്ങിയിരിക്കുന്നത്. മാഞ്ചസ്റ്റർ യുണൈറ്റഡിൻ്റെ എതിരാളികൾ ലിവർപൂൾ ആണെങ്കിൽ മാഞ്ചസ്റ്റർ സിറ്റിയുടെ എതിരാളികൾ ന്യൂകാസിൽ യുണൈറ്റഡ് ആണ്. അങ്ങനെ കിടിലൻ പോരാട്ടങ്ങൾ നമ്മുടെ മുന്നിലേക്ക് വരുന്നു. FA കപ്പിൻ്റെ ക്വാർട്ടർ ഫൈനൽ മാർച്ച് 16 രാത്രി ഇന്ത്യൻ സമയം 8:30 നടക്കുന്നത്. മാഞ്ചസ്റ്റർ സിറ്റി വേഴ്സസ് ന്യൂകാസിൽ യുണൈറ്റഡ്, ചെൽസി വേഴ്സസ് ലെസ്റ്റർ സിറ്റി, വോൾസ് വേഴ്സസ് കവൻട്രി, മാഞ്ചസ്റ്റർ യുണൈറ്റഡ് വേഴ്സസ് ലിവർപൂൾ. ഇതാണ് ക്വാർട്ടർ ഫൈനലിലെ മത്സരങ്ങൾ. ഇപ്പം 5th റൗണ്ടിൽ ഇന്നലെ നടന്ന മത്സരങ്ങളുടെ റിസൾട്ട് കൂടി ഒന്ന് നോക്കാം. ചെൽസി ലീഡ്സ് യുണൈറ്റഡിനെ 3-2 പരാജയപ്പെടുത്തിയത്. മത്സരത്തിൻ്റെ അവസാനത്തിലെ ഗായകർ 90ാമത്തെ മിനിറ്റിൽ നേടിയിട്ടുള്ള ഗോളാണ് ചെൽസിക്ക് വിജയം ഉറപ്പാക്കി കൊടുത്തത്. അതേസമയം ലിവർപൂള് ഏകപക്ഷീയമായ 3 ഗോളുകൾക്ക് സതാംപ്ടനെ തോൽപ്പിക്കുമ്പോൾ യുവതാരങ്ങളുടെ കരുത്തിലാണ് അവർ വിജയിച്ചു കയറുന്നത്. ഡാൻസ് ഇരട്ട ഗോളുകൾ നേടി, ലൂയിസ് ഗോമാസ് 1 ഗോളും നേടി. അങ്ങനെ ഏകപക്ഷീയമായ 3 ഗോളുകളുടെ വിജയമാണ് നേടിയിരിക്കുന്നത്. 18-കാരനാണ് ജെയ്ഡൻ ഡാൻസ്. അതുപോലെ തന്നെയാണ് ഗോമാസിൻ്റെ പ്രായവുമുള്ളത്. ജെയ്ഡൻ ഡാൻസ് നോക്കുക, വെനസ്ഡേ അദ്ദേഹം ലിവർപൂളിനായിട്ട് പ്രീമിയർ ലീഗിൽ അദ്ദേഹത്തിൻ്റെ സീനിയർ ഡെബ്യൂ നടത്തിയിട്ടുണ്ടായിരുന്നു. കഴിഞ്ഞ ഞായറാഴ്ച അദ്ദേഹം കർബാവോ കപ്പിലെ ഫൈനലിൽ എക്സ്ട്രാ ടൈമിൽ കളിക്കളത്തിലേക്ക് വന്നു, ടീമിൻ്റെ വിജയത്തിൽ പങ്കാളിയായി. ഇപ്പം ഇതാ ബുധനാഴ്ച അദ്ദേഹത്തിൻ്റെ ലിവർപൂളിനായിട്ടുള്ള ഫസ്റ്റ് എവർ സീനിയർ ഗോൾ നേടിയിരിക്കുന്നു. ഫസ്റ്റ് എവർ എന്ന് പറഞ്ഞാൽ പോരാ, അദ്ദേഹം 1ാമത്തെയും 2ാമത്തെയും ഗോളുകൾ നേടുന്ന കാര്യം നമ്മൾ കണ്ടു. പിന്നെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, 16-കാരനായിട്ടുള്ള താരത്തെ ഇന്നലെ കളിക്കളത്തിലേക്ക് വിട്ടു യർഗൻ ക്ലോപ്പ്. 16 വയസ്സും 243 ദിവസവുമായിരുന്നു ഇന്നലെ ട്രൈ എനിയോനിയുടെ പ്രായം. അദ്ദേഹം ലിവർപൂളിനായിട്ട് FA കപ്പിൽ കളിക്കുന്ന എക്കാലത്തെയും ഏറ്റവും പ്രായം കുറഞ്ഞ താരമായിട്ട് മാറിയിട്ടുമുണ്ട്. അങ്ങനെ യുവാക്കളുടെ കരുത്തിലാണ് ലിവർപൂളിൻ്റെ ഇന്നലത്തെ കുതിപ്പ് എന്ന് തന്നെ പറയണം. അതേസമയം മാഞ്ചസ്റ്റർ യുണൈറ്റഡ് ഏകപക്ഷീയമായ 1 ഗോളിന് നോട്ടിംഗ്ഹാം ഫോറസ്റ്റിനെ പരാജയപ്പെടുത്തിയത് കളിയുടെ അവസാനത്തിൽ കാസെമിറോ നേടിയ ഗോളിനാണ്. അങ്ങനെ കാസെമിറോയാണ് അവരുടെ രക്ഷകനായിട്ട് മാറിയത് എന്ന് പറയാം. പിന്നെ വോൾസ് ബ്രൈറ്റനെ ഏകപക്ഷീയമായ 1 ഗോളിന് പരാജയപ്പെടുത്തുകയും ചെയ്തു. ഇവിടെ അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ്റ്റ് ടോക്സ് വീണ്ടും എത്താം.